ഹായ് എവരിവൺ, വെൽക്കം ടു ദി പോഡ്കാസ്റ്റ്. +2 എക്സാംസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത കരിയർ എന്ത് ചൂസ് ചെയ്യണം, ലൈഫ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന കാര്യത്തിൽ ഒരുപാട് സ്റ്റുഡൻസ് കൺഫ്യൂസ്ഡ് ആണ്. ആൻഡ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു കരിയർ ഗൈഡൻസ് എത്രത്തോളം ഹെൽപ്ഫുൾ ആവും എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കരിയർ ഗൈഡൻസ് എക്സ്പെർട്ട് അഭിലാഷ് ജോസഫാണ്. ഹലോ സർ, വെൽക്കം ടു ദി ഷോ. ഗുഡ് ടു ഹാവ് യു ഗൈസ്. താങ്ക് യു. സർ, ഇപ്പോൾ കറന്റ് +2 എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ആളുടെ തുടർന്നുള്ള എഡ്യൂക്കേഷൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, തുടർന്നുള്ള ലൈഫ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. കാരണം 10,000-ലധികം കരിയറുകളുണ്ട്. ഒന്നും രണ്ടും അല്ല, 10,000-ലധികം കരിയറുകളുണ്ട്. ആ കരിയറിൽ ഞാൻ ഏത് സെലക്ട് ചെയ്യണം എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളും പേരൻസും ഒരു ചുരിദാർ അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവർ 4 കടയിൽ കയറി 4-5 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യും. പക്ഷെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ ചിലപ്പോൾ അവർ സ്പെൻഡ് ചെയ്യുന്നത് 10 മിനിറ്റാണ്. കൂട്ടുകാരൻ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൺ കോൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരിയർ സെലക്ട് ചെയ്യുന്നു. ആപ്റ്റിറ്റ്യൂഡ് നോക്കുന്നില്ല, അതിനുള്ള താല്പര്യമുണ്ടോ, ഫാഷൻ ഉണ്ടോ എന്നൊന്നും നോക്കുന്നില്ല. സോ ബോധേഡല്ല. അപ്പം കൂട്ടുകാരൻ പോയതുകൊണ്ട് ഞാൻ പോകുന്നു. പിന്നെ ഒരു ചോദ്യമാണ് സ്കോപ്പ്. ഓരോ കാലഘട്ടത്തിലും പല സ്കോപ്പുകളാണ്. അപ്പം സ്കോപ്പ് എന്ന് പറയുന്നത് കരിയറിനല്ല, സ്കോപ്പ് എന്ന് പറയുന്നത് കോഴ്സ് പ്ലസ് അത് സെലക്ട് ചെയ്യുന്ന വ്യക്തിയുടെ ആപ്റ്റിറ്റ്യൂഡൂടെ കൂടുമ്പോഴാണ് എന്താകുന്നത്, സ്കോപ്പാണ്. ഫോർ എക്സാമ്പിൾ, ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ രക്തം കണ്ട തലകറങ്ങിയിരിക്കും. നന്നായിട്ട് പഠിക്കാൻ കഴിവുണ്ട്, നല്ല ഐക്യമുണ്ട്, ബയോളജി എന്നല്ല ഏത് സബ്ജക്റ്റും നന്നായിട്ട് പഠിക്കാൻ കഴിവുണ്ട്, ഭയങ്കര ഐക്യമാണ്. പക്ഷേ ബ്ലഡ് കണ്ട തലകറങ്ങി വീഴും, അതിലൊട്ടും ആ ഏരിയ താല്പര്യമില്ല. പഠിക്കാൻ പറ്റും, ഏത് MBBS പഠിക്കാൻ പറ്റും. പക്ഷെ എന്താകുക, ആ വ്യക്തി ഡോക്ടറായാലും പ്രയോജനമില്ല. അപ്പം എന്ന് പറഞ്ഞ പോലെ, ഒന്ന് ആപ്റ്റിറ്റ്യൂഡ്, രണ്ട് ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഞാൻ ഏത് തലത്തിലാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ഒന്നെങ്കിൽ ഗവൺമെൻറ് സർവീസാണ് അടുത്ത ചോദ്യം. PSC കേരളത്തിലാണോ, UPSC ആണോ, സെൻട്രൽ ഗവൺമെൻറ്റിലാണ്. ഇനി അടുത്ത ചോദ്യം, ഞാൻ ഇന്ത്യയിലാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് വിദേശത്താണ്. അല്ലെങ്കിൽ അടുത്ത ചോദ്യം, ഞാൻ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അതെയോ സ്വന്തമായിട്ട് ഓൺടർപ്രണർഷിപ്പ് ആണോ. ഫോർ എക്സാമ്പിൾ, പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, എടാ പഠിച്ച് നല്ലൊരു ജോലി നേട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യമുണ്ട്, ഇനി ചില കുട്ടികൾക്ക് എന്താണ് പറയുന്നത്, അവന് ജോലി കൊടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അവന്റെ കരിയർ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങൾ മാറിയാണ് പോകേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ഞാൻ ഈ പറഞ്ഞ കുറെ ചോദ്യങ്ങളില്ലേ, അത് ഗവൺമെന്റ് ജോലി വേണോ, കോർപ്പറേറ്റ് മേഖല ജോലി വേണോ, അല്ലെ പ്രൈവറ്റ് ജോലി വേണോ, ഇന്ത്യക്കകത്ത് ജോലി വേണോ, ഇന്ത്യക്ക് പുറത്ത് വേണം, അങ്ങനെ ചില ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത്, പിന്നെ എൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, എനിക്ക് ഏതൊക്കെയാണ് എൻ്റെ സ്കില്ലുകൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ഇൻട്രസ്റ്റുകൾ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഒരാളെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. സപ്പോസ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നല്ല ഒരു കരിയർ കൗൺസിലറെ കണ്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി തന്നെ വേണം ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ. നമ്മളെ പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഒരുപാട് കൺട്രീസ് ഉണ്ട്. ഇപ്പൊ സ്റ്റുഡൻസിന് വരുന്നൊരു കൺഫ്യൂഷൻ അതാണ്, ഏത് കൺട്രിയാണ് സേഫ്. ലൈക്ക് ഒരുപാട് കൺട്രീസ്, പല ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്, സേഫ് അല്ല, പാർട്ട് ടൈം ജോബ് കിട്ടുന്നില്ല, അങ്ങനെ. അപ്പോൾ സാറിന്റെ അഭിപ്രായത്തിൽ ഏത് കൺട്രി ആയിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ഇപ്പോൾ കറന്റ്ലി ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ബെറ്റർ ഓപ്ഷൻസ് ഏതൊക്കെയായിരിക്കും? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, കുട്ടികൾ വിദേശത്തേക്ക് പോയി പഠിക്കുകയാണ്. വിദേശത്ത് പഠിച്ച് അവിടെ സ്റ്റേ ബാക്ക് ചെയ്ത് അവിടെ ജോലി നേടി അവിടെ സെറ്റിലാകുന്ന ഒരു ട്രെൻഡാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ളത്. അത് പല രാജ്യങ്ങളിലേക്ക്, UK-യിലേക്ക്, US-ലേക്ക്, കാനഡയിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക്, സിംഗപ്പൂരിലേക്ക്, പല രാജ്യങ്ങളിലേക്കുള്ള ഒരു ട്രെൻഡ്, ഒരു ഒഴുക്കുണ്ട്. നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടെ എന്താണ് പറയുന്നത്, പുതിയ തലമുറ ഒരു ഗ്ലോബലി ചിന്തിക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. അവർക്ക് ഈ പറയുന്ന എന്താണ് പറയുക, നാട്ടിൽ തന്നെ ഒതുങ്ങണമെന്നൊന്നുമില്ല, കുറച്ചുകൂടെ ഗ്ലോബലി ചിന്തിക്കുന്ന, കുറച്ചുകൂടെ വലിയ കരിയറും സ്വപ്നങ്ങളും ഉള്ളതാണ് നമ്മുടെ പുതിയ തലമുറ. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ സ്റ്റുഡൻസ് കൂടുതലായി ജർമ്മനി ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് എന്താണ് കാരണം? എനിക്കൊന്ന് ഇപ്പം ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന, കുട്ടികൾ പേരൻസ് പ്രിഫർ ചെയ്യുന്നത് ജർമ്മൻ യൂണിവേഴ്സിറ്റികളാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ജീവിത നിലവാരം, ജീവിത ചെലവ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ശരിക്കും ജർമ്മനിയിൽ കുറവാണ്. പിന്നെ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വിസ പ്രോസസ്സിങ്ങിന് ശ്രമിക്കുമ്പോൾ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, സങ്കീർണമായ പ്രോസസ്സാണെങ്കിൽ ജർമ്മനിയിലേക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് വിസ പ്രോസസ്സിങ് ഈസിയാണ്. അതേപോലെ തന്നെ 55% മാർക്കുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ട്യൂഷൻ ഫീ ഫ്രീ ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത്
വലിയൊരു സാധ്യതയാണ് കുട്ടികളെ സംബന്ധിച്ച്. കാരണം ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിദേശത്ത് പോയി പഠിക്കുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട്, ട്യൂഷൻ ഫീസിന് വേണ്ടി Huge spend ചെയ്യുന്ന amount ആണ്. amount, കോളേജിന്റെ മറ്റ് ചെലവുകൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, പിന്നെ അവരവിടെ ജീവിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ചില ഇതെല്ലാം വളരെ കുറവായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്, രാജ്യമാണ് ജർമ്മനി. അതുകൊണ്ടാണ് കുട്ടികൾ പേരൻസ് ഇപ്പോൾ കൂടുതലായിട്ട് ജർമ്മനി ചൂസ് ചെയ്യുന്നത്. സാർ ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണോ അതോ ഇപ്പൊ വന്ന മാറ്റങ്ങളാണോ? എനിക്ക് തോന്നുന്നത് ജർമ്മനിയിലെ എഡ്യൂക്കേഷനെ പറ്റി നമ്മുടെ നാട്ടിൽ അത്ര ആളുകൾക്ക് പിടിപാടില്ല. നോളജ് പണ്ട് തൊട്ടേ കേട്ട കുറെ കോഴ്സുകളും കേട്ട കുറെ രാജ്യങ്ങളും ഈ കരിയറിലെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് പോയിട്ട് അവർ പറയുന്നതനുസരിച്ച് അങ്ങനെ ഒരു ഫ്ലോ ആണ് പിന്തുടരുന്നത്. അപ്പം നമ്മുടെ ജർമ്മനി അതിന്റെ സാധ്യതകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് അറിയത്തില്ലായിരുന്നു എന്നത് ഒരു വലിയ ഇതാണ്. ഓപ്പർച്യൂണിറ്റീസ് ഇനി ഒരുപാടുണ്ടല്ലേ? ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോഴും ഒരു കാര്യമുള്ളത്, കൂടുതൽ ആളുകൾ ഇപ്പോഴും അറിഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ പറ്റിയും അല്ലെങ്കിൽ കോളേജുകളെ പറ്റിയുമാണ്. അതിനെപ്പറ്റി അവർ പഠിക്കുമ്പോൾ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. എന്നാൽ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ സാധ്യതകളെ പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവെയറാണ് കുട്ടികളും പേരൻസും അവെയർ അല്ല എന്നതാണ്. എനിക്ക് തോന്നുന്നത് ഏജൻസികളും അത്രയധികം അതിന് സപ്പോർട്ട് കൊടുക്കുന്നുമില്ല ഈ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലേക്ക്. അവരെ സംബന്ധിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള കോളേജുകളും കോഴ്സുകളും പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് എക്സ്പെൻസ് കൂടുതലായതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു കാര്യം ആളുകൾ അറിയാതെ പോയത്. അറിവില്ലായ്മയാണല്ലേ സർ? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്. ചില കോഴ്സുകൾക്ക് IELTS അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ ചില കോഴ്സുകൾക്ക് ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്റ് ചെയ്യണം. സർ ഏതൊക്കെ കോഴ്സുകളാണ്, എന്തുകൊണ്ടാണ് ഇന്നൊരു സെഗ്രിഗേഷൻ വരുന്നത്? ഇത് നമ്മൾ ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളെ പറ്റി പറയുമ്പോൾ എല്ലാവരുടെ ഒരു ധാരണ എല്ലാ കോഴ്സിലും ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാണ്. പക്ഷെ ജർമ്മൻ ലാംഗ്വേജ് വേണ്ടാത്ത IELTS മിനിമം 5.5 ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. പ്രത്യേകിച്ച് എഞ്ചിനീയറിങ്, IT, ലോജിസ്റ്റിക്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽസ് തുടങ്ങിയ കോഴ്സുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IELTS വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷേ ആളുകളുടെ തെറ്റിദ്ധാരണ ജർമ്മനിയിലുള്ള ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, ജർമ്മനിയിൽ ഏത് കോഴ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും ജർമ്മൻ വേണമെന്നൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ശരിക്കും പറഞ്ഞാൽ കുറേ അധികം കോഴ്സുകൾ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട, IT-യുമായിട്ട് ബന്ധപ്പെട്ട, ഡേറ്റാ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ IELTS വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാം. അതേസമയത്ത് തന്നെ ഈ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട നഴ്സിംഗ്, ടീച്ചിങ്, ലോ തുടങ്ങിയ കോഴ്സുകൾക്ക് നമുക്ക് ജർമ്മൻ പഠിച്ചിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ IELTS ബോർഡുകളും IELTS സ്ഥാപനങ്ങളുമായിരുന്നു കേരളത്തിൽ കൂടുതലുണ്ടായിരുന്നത്. ഇപ്പൊ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ ജർമ്മൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ്. ആ ട്രെൻഡ് കൃത്യമായിട്ടും നമുക്ക് കാണിച്ചു തരുന്നതാണ്. കാരണം കുട്ടികൾ, പേരൻസ് ഇപ്പം ജർമ്മനി പ്രിപ്പയർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോളം ഇങ്ങോളം നോക്കി ഇപ്പം ജർമ്മൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കൂടി. ആൻഡ് ഓൾസോ IELTS അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ? സാർ ഇപ്പോൾ പറഞ്ഞ കോഴ്സുകളിൽ ആ കോഴ്സുകളുടെ സെപ്പറേഷനിൽ നിന്ന് തന്നെ ജർമ്മൻ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ടീച്ചിങ്ങിലൊക്കെ എന്ന് പറയുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് കുറച്ചുകൂടി ആളുകൾ ഇന്ററാക്ഷൻ വേണ്ടി വരും. സോ ജർമ്മൻ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണല്ലേ അവിടേക്ക്? ചില കോഴ്സുകൾക്ക്. അതേപോലെ തന്നെ നമ്മുടെ ജർമ്മനിയിലെ ഏത് യൂണിവേഴ്സിറ്റി, പ്രത്യേകിച്ച് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ, ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളെ പറ്റി പറയുമ്പോൾ 150-200 വർഷം പഴക്കമുള്ള വളരെ ലെഗസിയുള്ള യൂണിവേഴ്സിറ്റികളാണ്. ലോക നിലവാരത്തിന്റെ കാര്യത്തിൽ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ജർമ്മൻ യൂണിവേഴ്സിറ്റികൾ ശരിക്കും പറഞ്ഞാൽ ഏതൊരു യൂണിവേഴ്സിറ്റിയോടും വെല്ലുന്ന ഒരു ലെഗസി ഈ ജർമ്മൻ യൂണിവേഴ്സിറ്റികൾക്കുണ്ട്. 200 വർഷം വരെ പാരമ്പര്യമുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പം ക്വാളിറ്റിക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ. അപ്പം നമ്മൾ അവിടെ ഒരു കോഴ്സ് എടുക്കുമ്പോഴൊരു പ്രത്യേകത, ജർമ്മൻ ഫ്രീ ആയിട്ട് പഠിക്കാനും പറ്റും. പക്ഷെ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പം നഴ്സിംഗ് അടക്കമുള്ള കോഴ്സുകൾക്ക് അത് മാൻഡേറ്ററി ആണ്. കാരണം ജർമ്മൻ പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലിനിക്കൽ സെറ്റിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം എന്നാൽ IT-യിലും എഞ്ചിനീയറിംഗിലും അത്രയും അത് വേണ്ട. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അതിന്റെ ഭാഗമായിട്ടും ജർമ്മൻ പഠിപ്പിക്കുന്നു. 200 വർഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും ട്രസ്റ്റ് ചെയ്യാം അല്ലേ? യെസ്, നമുക്ക് ശരിക്കും ട്രസ്റ്റ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്തൊരു നാടാണ് ജർമ്മനി. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പറയുന്ന വാഹനം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ജർമ്മൻ വെഹിക്കിളാണ്. എല്ലാ കാര്യങ്ങളിലും അവരൊരു ബേസിക് ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാത്രമല്ല, അതിൽ അവരൊരു കോംപ്രമൈസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ് ക്വാളിറ്റിയിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലേക്കാണ് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവർ കോഴ്സ് പഠിക്കുന്നത് മാത്രമല്ല
ലോകത്തെ എവിടെ പോയി കഴിഞ്ഞാലും കമ്പീറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിട്ട് അത് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. സാർ പറഞ്ഞു പല പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും 0 ട്യൂഷൻ ഫീ ആണ്. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടാണോ പഠിക്കുന്നത് അതോ മറ്റു ചെലവുകൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ സീറോ ട്യൂഷൻ ഫീ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പേരൻസിൻ്റെയും കുട്ടികളുടെയും മനസ്സിലുണ്ടായിരിക്കണം. അതൊരു 72 യൂറോ മുതൽ 360 യൂറോ വരെ ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ നമ്മൾ അടയ്ക്കണം. ആ ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ അടച്ചു കഴിയുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട് കുട്ടികളെ സംബന്ധിച്ച്. ഒന്ന്, അവർക്ക് ലൈബ്രറി ആക്സസ് വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ. 2, ജർമ്മനിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ തലവേദനകളിലൊന്ന് എന്ന് പറയുന്നത് യാത്ര ചെയ്യുക. പ്രത്യേകിച്ച് പാർട്ട് ടൈം ജോബിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ, മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ യാത്ര ചെയ്യാനുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് ഫ്രീ ആയിട്ട് ഇത് കിട്ടും. അതാണ് ഈ ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ അടച്ചു കഴിയുമ്പോഴുള്ള ഗുണം. അപ്പം സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് അടയ്ക്കുമ്പോഴും നമ്മുടെ അവിടെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ യാത്ര ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് തോന്നുന്നത് ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, മറ്റു രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ആണ്. അപ്പം ട്രാവൽ വലിയൊരു എക്സ്പെൻസ് ആണ്. ട്രാവൽ വളരെ ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പം ഫ്രീ ട്യൂഷൻ ഫീ എന്ന് പറയുമ്പോഴും ഈ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് പേരൻസും കുട്ടികളും ഓർക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫീ അടയ്ക്കുന്നുണ്ടെങ്കിലും മറ്റൊരു തരത്തിൽ നമുക്ക് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുക തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. മറ്റു ചെലവുകളൊന്നും ഉണ്ടായിരിക്കില്ല അല്ലെ? അപ്പോൾ നമുക്ക് ഈ പറയുന്ന കോളേജിൽ മറ്റു ചെലവുകൾ ഉണ്ടാവില്ല. അപ്പൊ നല്ലൊരു എഡ്യൂക്കേഷൻ നല്ലൊരു പാത്വേ തന്നെയാണ്. നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ ഒരു പക്ഷേ ഇതൊന്നും കുട്ടികൾ അറിയുന്നില്ല. എൻ്റെ ഒരു എന്നെ കണക്ട് ചെയ്തിരുന്നൊരു കുട്ടി പറഞ്ഞൊരു കാര്യം, വേറെ രാജ്യം അതൊന്നും പറയുന്നില്ല. പാർട്ട് ടൈം ജോബ് കിട്ടി, അത് ഏജൻസി തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. പക്ഷെ ഈ കുട്ടിക്ക് താമസിക്കുന്നിടത്തുനിന്ന് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പോകാനും കോളേജിലേക്ക് പോകാനുമുള്ള ദൂരം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ടോട്ടൽ എക്സ്പെൻസ് വരുമ്പോൾ കുട്ടിക്കത് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. ഇവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അവരുടെ റിയൽ ലൈഫ് സിനാരിയോ. പ്രതീക്ഷിക്കാത്ത ചില ചലഞ്ചുകൾ വരും. അതിലൊരു ചലഞ്ചാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊരു ഇപ്പം എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് മൊബിലിറ്റി, മൂവ്മെന്റ്. മേ ബി അത് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാനായിരിക്കാം. അപ്പൊ ഇത് വലിയ എന്താണ് പറയുന്നത്, ഈ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടുന്ന, തിരിച്ചു കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ +2 കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റ് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലേഴ്സിന് ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആണ്. ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ജർമ്മൻ എഡ്യൂക്കേഷൻ സിസ്റ്റവും തമ്മിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമുക്ക് 10 കഴിഞ്ഞ് +2 12 ഇയർ ആണ്. അതേസമയം ജർമ്മനിയിൽ 13 വർഷമാണ്. അപ്പോൾ നമുക്കൊരു ഗ്രാജുവേഷന് പോകണമെങ്കിൽ, ബാച്ചലർ കോഴ്സിന് പോകണമെങ്കിൽ നമ്മൾ +2 കഴിഞ്ഞാൽ ഉടനെ അത് പോകാൻ പറ്റത്തില്ല. ഇവിടുന്ന് +2 കഴിഞ്ഞൊരു കുട്ടിക്ക് വേണമെങ്കിൽ ഒരു 1 ഇയർ ഫൗണ്ടേഷൻ കോഴ്സിന് പോകാം. ഈ ഫൗണ്ടേഷൻ കോഴ്സ് മെയിനായിട്ട് ജർമ്മൻ പഠിക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് ബാച്ചലർ കോഴ്സിന് എലിജിബിളാണ്. ഇനി അതല്ല എങ്കിൽ മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ +2 കഴിഞ്ഞൊരു കുട്ടി ഡിഗ്രിക്ക് ജോയിൻ ചെയ്യും. ഡിഗ്രി കഴിഞ്ഞ് 1 ഇയർ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഡിഗ്രി ബ്രേക്ക് ചെയ്തൊരു കുട്ടിക്ക് അവിടെ അപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ കൂടി ആകുമ്പോൾ എത്ര വർഷമായി? 13 വർഷമായി. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, ഡിഗ്രിയിലെ ആദ്യത്തെ വർഷം പേപ്പറുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് പേപ്പർ. നമ്മളിവിടെ എഞ്ചിനീയറിംഗ് ഒക്കെ പോയിട്ട് ആദ്യത്തെ വർഷം തന്നെ പേപ്പറുകളിലാകെ അരിയർ വന്നിട്ട് നേരെ ജർമ്മനിക്ക് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പം ഡിഗ്രിക്ക് നിങ്ങൾ ഏത് കോഴ്സാണെങ്കിലും ഫസ്റ്റ് ഇയറിലെ പേപ്പറുകൾ കംപ്ലീറ്റഡ് ആണെങ്കിൽ അവരുടെ കണ്ടീഷൻ ഓക്കെയാണ്. 13 വർഷമായി നമുക്കത് വെച്ചിട്ട് നമുക്ക് ബാച്ചലർ കോഴ്സിന് ജോയിൻ ചെയ്യും. സർ, ഫൗണ്ടേഷൻ കോഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സ് എടുത്ത് ജർമ്മനിലേക്ക് പോയിട്ട് ഇന്ന് നമുക്ക് ബാച്ചിലേഴ്സും കയറാൻ പറ്റും? തീർച്ചയായിട്ടും കയറാൻ പറ്റും. അപ്പോൾ 13 ഒരു 1 ഇയർ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുമ്പോൾ അവരുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യും. ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നു മാത്രമല്ല, കുട്ടി കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷനിൽ ഏബിൾ ആയിരിക്കും. ജർമ്മൻ പഠിക്കുന്നു, ലൈഫ് എക്സ്പീരിയൻസ്. അപ്പം കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു പക്ഷേ കുട്ടിക്ക് കോഴ്സ് ചെയ്യാനും ഒരു വർഷം പാർട്ട് ടൈം ജോബിക്കൊക്കെ പോകാൻ പറ്റും. കാരണം ജർമ്മൻ അത്യാവശ്യം പഠിക്കാൻ പറ്റും, ഈ പറഞ്ഞ പോലെ ലൈഫ് പഠിക്കാൻ പറ്റും. കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് കോഴ്സ് ചെയ്യും. ആക്ച്വലി നല്ലൊരു വേ ആണ്. ഒരു +2 കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ കോഴ്സിന് പോവുക. ഓക്കെ. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന, ചില കുട്ടികൾ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരല്ല കോഴ്സിൽ പോകുന്നത്. അപ്പം ഞാൻ കരിയർ കൗൺസിലിംഗ് മേഖല കുറേ വർഷങ്ങളായിട്ടുള്ള ആളാണ്. അപ്പം കുറേ കുട്ടികൾ എഞ്ചിനീയർ, ഇപ്പം നമ്മുടെ കുട്ടികൾ ജനിക്കുന്നത് തന്നെ അച്ഛനും അമ്മയും തീരുമാനിക്കുകയാണ് അവൻ എഞ്ചിനീയർ, ഇവിടെ ഡോക്ടർ. അവൻ്റെ പാഷനോ അവൻ്റെ ആപ്റ്റിറ്റ്യൂഡോ അല്ല
ഒരു ഫ്ലോ അല്ലെങ്കിൽ പേരൻസിൻ്റെ താല്പര്യം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു കമ്പൽഷൻ അങ്ങനെ പോകുന്ന എഞ്ചിനീയറിംഗിലൊക്കെ പോയിട്ട് പല കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില കോഴ്സുകൾക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത് ഇതെനിക്ക് പറ്റിയ പരിപാടിയാണ്. പക്ഷെ അവർ കമ്പൽ ചെയ്യുകയാണ്, സ്ട്രഗിൾ ചെയ്യുകയാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം ആലോചിച്ച് നോക്കിയാൽ എനിക്ക് ഒട്ടും പറ്റാത്ത ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് പറ്റുന്നില്ല എങ്കിൽ നമുക്കൊരു സാധ്യതയാണത്. അതായത് എഞ്ചിനീയറിംഗ് ചെന്നു അവനൊരു പാഷനും ഇല്ല, ഒരു ആപ്റ്റിറ്റ്യൂഡും ഇല്ല, അവന് ഡിസ്കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവൻ്റെ വർഷം കുറേ കളയണ്ട. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് എല്ലാ പേപ്പറും കിട്ടിയാൽ അവൻ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ജർമ്മനിയിലേക്ക് പോയിട്ട് അവന് ഇഷ്ടമുള്ള മറ്റൊരു ബാച്ചലർ കോഴ്സിലേക്ക് പോയി ആ ഒരു വർഷം സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് എന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളും പേരൻസ് അറിഞ്ഞാൽ നല്ലതാണ്. ആ ഒരു ഏജിൽ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഡ്രോപ്പ് ഔട്ട് എന്നൊക്കെ അത് ഞാൻ പറയുമ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒത്തിരി കുട്ടികൾ എഞ്ചിനീയറിംഗ് ഒരു വർഷം 1.5 വർഷം കഴിയുമ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് ജീവിതം നശിച്ച പോലെയാണ് ജീവനെ മര്യാദ. കാരണം പേരൻസ് പറയുന്ന ഒരു കാര്യം, നീ ഏതായാലും ജോയിൻ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു, അതിന്റെ 1 ഇയർ പോയി. ഈ 1 ഇയർ പോയി എന്ന് പറഞ്ഞാൽ അവനെ വീണ്ടും സ്ട്രഗിൾ ചെയ്ത് ഒരു 3 വർഷത്തോടെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിപ്പിച്ചിട്ട് ഞെക്കി പഠിപ്പിച്ച് പുറത്തേക്ക് ഇറക്കുക. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വർഷം കളയാതെ ഇവിടെ അതെന്തായിട്ട് മാറി, എലിജിബിലിറ്റി ആയിട്ട് മാറി. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, ഫുള്ള് പേപ്പർ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ആയിരിക്കണം. സർ, ഒരുപാട് പേരുടെ ഒരു കൺസേൺ ആണ് സ്റ്റേ ബാക്ക്. നമുക്ക് ജർമ്മനി പോയി പഠിക്കുമ്പോൾ എത്ര വർഷം സ്റ്റേ ബാക്ക് കിട്ടും? അതുപോലെ ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും സെയിം ഇയേഴ്സ് ഓഫ് സ്റ്റേ ബാക്ക് ആണോ കിട്ടുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. എനിക്കൊന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ മജോറിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ഒരു സ്റ്റേ ബാക്ക്, ആ സമയം കൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ജോബ് അവിടെ സെറ്റിനാകുക എന്നതാണ് പ്രധാനമായിട്ട് നമ്മുടെ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷ്യം. ഇപ്പം ജർമ്മനിയിലേക്ക് പോകുന്ന ബാച്ചിലർ കോഴ്സ് ചെയ്യുന്നവരാണെങ്കിലും മാസ്റ്റേഴ്സ് ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് കോഴ്സ് കഴിഞ്ഞാൽ ഒരു 18 മാസം അവർക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. ഈ 18 മാസം കൊണ്ട് അവർക്ക് പറ്റിയ ഒരു ജോബ് തേടിപ്പിടിച്ച് അവർക്ക് അവിടെ പതുക്കെ സെറ്റിലായിട്ട് വരാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു സ്റ്റേ ബാക്ക് 18 മാസം മാസ്റ്റേഴ്സ് കഴിഞ്ഞാലും ബാച്ചിലേഴ്സ് കഴിഞ്ഞാലും ഉണ്ട് എന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. പല രാജ്യങ്ങളിലും ഈ സ്റ്റേ ബാക്ക് ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജർമ്മനിയിൽ ഒരു 18 മാസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 1.5 വർഷം അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് അവിടെ ലൈഫ് നല്ലൊരു ജോലി വാങ്ങി പതുക്കെ അവിടെ സെറ്റിലായിട്ട് വരാൻ പറ്റും. ഓക്കെ, ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും സെയിം 18 മാസമാണ്. 18 മാസം എന്ന് പറയുമ്പോൾ അവർക്ക് 1.5 വർഷമുണ്ട്. 1.5 വർഷമുണ്ട്. മാർക്കറ്റ് കണ്ടീഷൻ വെച്ച് ജോലി കിട്ടാൻ ആപ്റ്റായിട്ടുള്ളവരില്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് പഠിക്കുന്ന സമയം കൊണ്ട് ഏതാണ്ട് ലാംഗ്വേജ് പഠിച്ചിരിക്കും, അവരുടെ ഒരു ലൈഫ് സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അത് മനസ്സിലായി. ഇനി ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ പഠിച്ചു പോകുന്ന പിള്ളേരാണെങ്കിൽ ഏതാണ്ട് അവരുടെ അഡാപ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണ്, കുറച്ചുകൂടി മോൾഡ് ആയിരിക്കും. പിന്നെ ഒരു 18 മാസം കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടെ സെറ്റിൽ ചെയ്യാനുള്ള സമയം കൊണ്ട് ചെയ്യുക. പുതിയൊരു ലൈഫ് അല്ലേ? ജെൻസി ആയതുകൊണ്ട് ഒരു കാര്യം കൂടി, ഓളം വെച്ചിടാൻ പറ്റത്തില്ല, സീരിയസ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യും. പക്ഷേ ജെൻസി സീരിയസ് ആണ്, അവർ കുറച്ചുകൂടി ക്വിക്ക് ആണെന്നേ ഉള്ളൂ. ഓക്കെ, പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ വൺ ഓഫ് ദ മേജർ കൺസേൺ പാർട്ട് ടൈം ജോബാണ്. ജർമ്മനിയിൽ പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്? ആൻഡ് ആ ഒരു പാർട്ട് ടൈം ജോബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ബോധർ ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു രാജ്യത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ അവിടെ പാർട്ട് ടൈം ജോബ് കിട്ടുമോ, ആ ചെയ്യുന്ന ജോബിൻ്റെ പ്രതിഫലം കൊണ്ട് അവർക്ക് അവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ജർമ്മനിയിൽ നല്ല സാധ്യതകൾ വളരെ കൂടുതലാണ്. അവർക്ക് പാർട്ട് ടൈം ജോബിനുള്ള ഒത്തിരി സാധ്യതകളുണ്ട്. ഇപ്പോൾ ഹോട്ടൽസിൽ, വെയർ ഹൗസിൽ, ഈ ലൈബ്രറികളിൽ, അതേപോലെ തന്നെ ഡെലിവറി ബോയ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾക്ക് അവർക്ക് അവൈലബിൾ ആണ് പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട്. അവർക്ക് ലീഗലി ചെയ്യാവുന്നത് 280 ദിവസം ഹാഫ് ഡേ ആയിട്ട് വേണമെങ്കിൽ അവർക്ക് ജോബ് ചെയ്യാം. ഏതാണ്ട് ഒരു ഫുൾ ഡേ ആണെങ്കിൽ 140 ദിവസമാണ് ലീഗലി അവർക്ക് ജർമ്മനി പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റും. 1 ഇയർ. അതുകൊണ്ട് അവർക്ക് ഏതാണ്ട് 750 മുതൽ 2000 യൂറോ വരെ അവർക്ക്, ഡോളറല്ല യൂറോ വരെ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ നിന്ന് പൈസ ഒന്നും അയച്ചു കൊടുക്കേണ്ടി വരികയല്ല. പലപ്പോഴും പേരൻസ് പറയുന്നൊരു കാര്യമുണ്ട്, പലപ്പോഴും തുടക്കത്തിൽ പറയുന്ന പോലല്ല പല രാജ്യങ്ങളിലേക്കും പോകുന്ന കുട്ടികളുടെ അവസ്ഥ. അവരവിടെ ചെല്ലുന്ന പാർട്ട് ടൈം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ചില രാജ്യങ്ങളിൽ നാട്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ ജർമ്മനിയിലേക്ക് വന്ന കുട്ടികളെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പാർട്ട് ടൈം ജോബിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ലീഗലി അവർ അതിനുള്ള സിസ്റ്റം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 250 ദിവസം ഹാഫ് ഡേ ചെയ്യാം, 140 ദിവസം ഫുൾ ഡേ ചെയ്യാം.
ഏതാണ്ട് 750 മുതൽ 2000 വരെ യൂറോ കിട്ടുകയും ചെയ്യും. അത് വെച്ചിട്ട് അവർക്ക് അവിടെ ലൈഫ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫെയർ ഡീസെന്റ് എമൗണ്ട് ഓഫ് മണി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. പണ്ട് തൊട്ടേ ഒരു മിത്താണ് കേട്ടോ. അപ്പോൾ ഞാനും കേട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നത്, ലൈക്ക് പുറത്തേക്ക് പഠിക്കാൻ പോയാൽ നമുക്ക് പാർട്ട് ടൈം ജോബിൽ നിന്ന് തന്നെ ഒരുപാട് സമ്പാദിക്കാം, നമ്മുടെ എക്സ്പെൻസും കഴിഞ്ഞ് ബാക്കി സേവ് ചെയ്ത്, അങ്ങനത്തെ ഒരു മിത്ത് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് ഡീസെന്റ് എമൗണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി പഠിക്കാനുള്ള ചെലവ്, നമ്മുടെ അവിടെ ജീവിത രീതികൾ, പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ലാതെ നമ്മളിപ്പോൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത് ഇവിടുത്തെ കടം തീർക്കാനാണെങ്കിൽ നടക്കില്ല. അതൊക്കെ ഈ മിത്തായിട്ട് ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ചില കാര്യങ്ങളാണ്. പലരുടെയും തെറ്റിദ്ധാരണയാണ്. പലരും പോകുന്നതും അങ്ങനെ. അവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞൊരു പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇപ്പൊ ഇവിടുന്ന് പോകുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന പല കുട്ടികളും കോഴ്സിന് പോകുന്നുണ്ട്, പക്ഷെ അവർ എന്തിലേക്ക് പോകുന്നു? പാർട്ട് ടൈം ജോബ് മാത്രം ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. അവർ പ്രയോറിറ്റി കൊടുക്കുന്നു. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. പാർട്ട് ടൈം ജോബും ഈ ഒരു കാലം ഉണ്ടല്ലോ, കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സേവാക്കി കിട്ടുന്നില്ല. അവർ തിരിച്ചു പോരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് പോയത് എങ്ങനെയാണോ അങ്ങനെ അവർ തിരിച്ചു വരും. ഇവിടുന്ന് പോയപ്പോഴേ ഏതാണ് ജസ്റ്റ് +2 കഴിഞ്ഞിട്ട് ഒരു വർഷമാണെങ്കിൽ, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടാണെങ്കിൽ സീരിയസ് ആയിട്ട് പഠിക്കുന്നില്ലെങ്കിൽ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ ഈ പാർട്ട് ടൈം ജോബിന് മാത്രം ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമ്പോഴും ഇങ്ങനെ തന്നെയായിട്ട് മാറും. പക്ഷെ ജർമ്മനിയിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടും, മാത്രമല്ല സ്റ്റേ ബാക്ക് ഉണ്ട്, അവർ നല്ലൊരു ജോലി അവിടെ നേടാൻ പറ്റും, പാർട്ട് ടൈം ജോബിന്റെ സമയത്ത് അവർക്ക് ആവശ്യത്തിനുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും പറ്റും. കുറച്ചുകൂടെ സേഫ് കൺട്രിയാണ് ജർമ്മനി. സർ, ജർമ്മൻ ഭാഷ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാൻ എത്രത്തോളം ആവശ്യമാണ്? ശരിക്കും നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഒരു കൾച്ചറുണ്ട്, അവിടുത്തെ ഒരു ജീവിത രീതികളുണ്ട്. അപ്പം നമുക്കറിയാം, ഒരു പാർട്ട് ടൈം ജോബ് ആകുമ്പോൾ നമ്മൾ തദ്ദേശീയരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വരും. ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ജർമ്മൻ പീപ്പിളിന് ഇംഗ്ലീഷ് നമുക്ക് ഉപയോഗിക്കാമെങ്കിലും ജർമ്മൻ പീപ്പിൾ എത്രമാത്രം ഈ ജർമ്മൻ അറിയാമെങ്കിൽ നമുക്കുള്ളൊരു സാധ്യത കൂടുതലാണ് ഈ പാർട്ട് ടൈം ജോബ് കിട്ടാനും വാല്യൂ കൂടുതലാണ്. അപ്പം നമ്മൾ എന്തായാലും കാരണം ഞാൻ മുമ്പ് പറഞ്ഞത് ശ്രദ്ധിച്ചാൽ അറിയാം, ഹോട്ടലിൽ ജോലി കിട്ടാം, ലൈബ്രറി ജോലി കിട്ടാം, വെയർ ഹൗസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ തദ്ദേശീയരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്ന ഒരാളുടെ മലയാളത്തിൽ നമ്മളോട് സംസാരിച്ചാൽ നമുക്കതിൻ്റെ അപ്പം ജർമ്മനിയിൽ ചെന്നിട്ട് നമ്മുടെ കുട്ടികൾ ജർമ്മൻ പഠിച്ച് ജർമ്മൻ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ജോബ് സാധ്യത കൂടും. പുതിയൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും അല്ലേ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുമല്ലോ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുമ്പോൾ ജോലി സാധ്യത കൂടും, പേയ്മെന്റ് സാധ്യത കൂടും, ഈവൻ സ്റ്റേ ബാക്ക് കഴിഞ്ഞിട്ട് അവർക്കൊരു ജോലി കിട്ടാനും ഒക്കെയുള്ള സാധ്യത കൂടും. അപ്പം അത് നമ്മുടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ജർമ്മൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ കുട്ടികളെ ഈ പോകുന്ന പ്രായം വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ലാംഗ്വേജ് പുതുതായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. വളരെ പെട്ടെന്ന് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ ഇപ്പം പല ഭാഷകളിലുള്ള സീരീസ് ഒക്കെ കാണുന്നത് നമ്മുടെ ജെൻസി പുതിയ ഭാഷ പഠിക്കാനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് അവർ പഠിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ ജർമ്മൻ ഭാഷ പഠിച്ചാൽ സാധ്യത കൊടുക്കാം. അതും ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും, എക്സ്പെൻസുകളൊന്നുമില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, പബ്ലിക് യൂണിവേഴ്സിറ്റികൾ ഫ്രീ ആയിട്ട് പഠിക്കാൻ. സർ, ജർമ്മൻ ലാംഗ്വേജ് എത്രത്തോളം ഈസിയാണ് പഠിക്കാൻ? നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഈസി ആയിരിക്കും ജർമ്മൻ ലാംഗ്വേജ്? ഓക്കെ, നമ്മുടെ കുട്ടികൾ അവിടെ ചെന്നിട്ട് ജർമ്മൻ പഠിക്കാൻ പറ്റുമോ എന്നല്ലേ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും മറ്റു ഭാഷകളെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ജർമ്മൻ പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് ആണ്. അത് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇംഗ്ലീഷിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ജർമ്മൻ പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷ പഠിക്കുന്നത് മലയാളീസാണ്. മലയാളീസിനെ എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാലും മലയാളീസ് ആ ഭാഷ പഠിച്ചിരിക്കും. അതിലൊരു ലിംഗ്വിസ്റ്റിക് സ്കില്ല് നമുക്ക് മലയാളീസിന് കൂടുതലാണ്. അതുകൊണ്ടാണ് ലോകത്ത് എവിടെ പോയാലും നമുക്ക് മലയാളീസിനെ കാണാം. നമ്മുടെ നേഴ്സസ് അവർ ഏത് ലാംഗ്വേജും പഠിക്കുന്നു. ലോകം മുഴുവൻ നമ്മുടെ നേഴ്സസ് ഉണ്ട്. കാരണം മലയാളിക്ക് ആ ഒരു സ്കില്ല് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ജനറ്റിക് ആയിട്ട് നമുക്ക് ആ സ്കില്ലുണ്ട്, നമ്മൾ ഭാഷ പഠിച്ചിരിക്കും. അപ്പം പാടാണെങ്കിൽ പോലും അത്ര എന്താണ് പറയുന്നത്, ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല, ഹെർക്കുലിയൻ ടാസ്ക് ഒന്നുമില്ല, പഠിക്കാൻ പറ്റും. ഇനി അതോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പറ്റുവാണെങ്കിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഒരു ചെറിയ പ്രിപ്പറേറ്ററി കോഴ്സ് എടുത്തിട്ട് പോകാം. ഒരു ജർമ്മന്റെ ബേസിക് കാര്യങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള വഴി ഏതാണ്,
അങ്ങോട്ടെങ്ങനെയാണ് പോകുന്നത്, സർവൈവൽ സർവൈവൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിപ്പറേറ്ററി കോഴ്സ് എടുത്തിട്ട് പോകാം. പല ഏജൻസികളും പ്രിപ്പറേറ്ററി കോഴ്സ് ചെയ്യുന്നുണ്ട്. ഈ പ്രിപ്പറേറ്ററി കോഴ്സ് എന്ന് പറയുന്നത് ലാംഗ്വേജ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വേണമെങ്കിൽ അതിനോടനുബന്ധിച്ച് അവർക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ആന്ധ്രയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 4-5 തെലുങ്ക് വാക്ക് നമുക്കറിയാവുന്ന കോൺഫിഡൻസ് കൂടും. തമിഴ് ചെറുതായിട്ട് അറിയാമെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും. എന്ന് പറഞ്ഞ പോലെ കുട്ടികളുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ, അതേപോലെ തന്നെ ഈ പ്രിപ്പറേറ്ററി കോഴ്സിന്റെ ഭാഗമായിട്ട് ഈ ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലീഡർഷിപ്പ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളോടെ എൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ട് പ്രിപ്പറേറ്ററി കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റും. ഉള്ളിലൊരു ഭയമില്ല. ഇപ്പം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രശ്നമില്ല, അവൻ എങ്ങനെയാണെങ്കിലും അവിടെ ജയിച്ചു പോക്കുള്ളൂ. കൂടുതലായിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ നിന്ന് ഒരു പ്രിപ്പറേറ്ററി കോഴ്സ് എടുത്തു പോവുകയാണെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ചെന്നിറങ്ങാൻ പറ്റുമെന്ന് മാത്രമല്ല അവൻ്റെ ഒരു ഈ ധൈര്യം കൂടും. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കോഴ്സ് എടുക്കുന്നത് യൂസ്ഫുൾ ആണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒത്തിരി എക്സ്ട്രാവേർട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ പ്രിപ്പറേറ്ററി കോഴ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ആഗ്രഹം ഉള്ളവർക്ക് വേണമെങ്കിൽ ഒരു പ്രീകോഷൻ ആയിട്ട് തന്നെ എടുക്കാതെ നല്ലതാണ്. സർ, എന്താണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട്സ്? ഒരു സ്റ്റുഡന്റ് വിസയിൽ പോകുന്ന ഒരു വ്യക്തി എത്ര എമൗണ്ട് അക്കൗണ്ടിൽ കാണിക്കേണ്ടി വരും? ശരിക്കും ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുന്ന ഓരോ കുട്ടിയും കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറാണ് അത്. അതായത് നമ്മളൊരു എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഏകദേശം ഒരു 11,904 യൂറോ ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ എനിക്കൊന്ന് മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സവിശേഷത ഉള്ളത് എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സ് കാണിക്കണം നിർബന്ധമില്ല. അപ്പം പേരൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ആ എമൗണ്ട് ചെല്ലേണ്ടത്. അതിന് സോഴ്സ് കാണിക്കണം നിർബന്ധമില്ല. പക്ഷേ ആ അക്കൗണ്ട് ചെന്നാൽ ഉടനെ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് അത് കുട്ടികൾ ചോദിക്കാറുണ്ട്. നടക്കത്തില്ല. അത് കമ്പൽസറി, അത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് തന്നെയാണ്. അത് ഒരു കുട്ടിയുടെ അവിടുത്തെ ജീവിതം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യണം ഒരു പക്ഷം ആ കുട്ടി അവിടെ പഠിക്കണമെങ്കിൽ. അപ്പോൾ ഓരോ മാസവും വേണമെങ്കിൽ അതിൽ നിന്നൊരു 992 യൂറോ ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അതൊരു 1 ഇയർ കൊണ്ട് അത് കംപ്ലീറ്റ് വിഡ്രോ ചെയ്യാം. അതായത് അത് അവരുടെ ജീവിത ചെലവിന് വേണ്ടി തന്നെ നമ്മുടെ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യുന്ന മണിയാണ്. അപ്പോൾ ആ ഒരു പക്ഷത്തേന് കുട്ടിയുടെ ജീവിത ചെലവിനുള്ള എമൗണ്ട് അവരത് സേഫ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടി കൂടുതൽ സേഫാണ്. പക്ഷേ കുട്ടികൾ പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അത് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ചെന്നാൽ ഉടനെ അത് വിഡ്രോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക്, പബ്ലിക് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഇത് മാൻഡേറ്ററി ആണ്. അത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. അത് ഈ രീതിയിൽ മാത്രമാണ്, മന്ത്ലി മാത്രമാണ് അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റുഡൻസിന്റെ വെൽബീയിങ് കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അവർ സേഫ്റ്റി ആയിരിക്കണമല്ലോ. അവർക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും, അല്ല ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് യുദ്ധത്തിന്റെ കാലഘട്ടമാണ് അല്ലേ? അപ്പൊ എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ മാറുമ്പോൾ അവിടെ പോകുന്ന നമ്മുടെ മക്കള് സേഫ് ആയിരിക്കണം. അവിടെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള എന്ത് ഇത് വന്നു കഴിഞ്ഞാലും അവർക്ക് ജീവിക്കാനുള്ള ഒരു 1 ഇയർ സേഫ് ആക്കുക എന്നത് അത് അവിടെ നിന്ന് അവരുടെ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള. സർ, ബ്ലോക്ക്ഡ് അക്കൗണ്ട്സ് മാസ്റ്റേഴ്സിനും ബാച്ചിലേഴ്സിനും എല്ലാം ഒരുപോലെയാണോ? ആണോ? നമ്മൾ ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ബാച്ചിലർ കോഴ്സ് ചെയ്യാൻ പോയാലും മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയാലും ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്. ഇനി അതിന് ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് PhD പോവുകയാണെങ്കിൽ, നമ്മൾ റിസർച്ചിന് പോവുകയാണെങ്കിൽ സ്കോളർഷിപ്പോട് കൂടി പോയാൽ നമുക്ക് ഈ പറയുന്ന ബ്ലോക്ക്ഡ് അക്കൗണ്ട് സ്കോളർഷിപ്പായിട്ട് കിട്ടും. നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് കിട്ടും. ഏതാണ്ടൊരു 1 to 2 lakh വരെ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടാൻ സാധ്യതയുണ്ടാകും. PhD പോവുകയാണെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണ്ട. മാത്രമല്ല നമുക്ക് ഇങ്ങോട്ട് ആ കുട്ടികൾക്ക് ഈ പറയുന്ന പാർട്ട് ടൈം ജോബിൽ പോകാതെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ അത് വേറൊരു സാധ്യത ഉള്ളത് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിലൊരു PG കഴിഞ്ഞു, ഫോർ എക്സാമ്പിൾ MSW കഴിഞ്ഞു. MSW കഴിഞ്ഞ ഒരാൾക്ക് ഡയറക്റ്റ് PhDക്ക് റിസർച്ചിന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, മറ്റൊരു PG ഓപ്റ്റ് ചെയ്തിട്ട് ജർമ്മനിക്ക് പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമ്മുടെ പ്രോസസ്സ് എല്ലാം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന പ്രോസസ്സ് എല്ലാം തന്നെ അവർ തന്നെ റിസർച്ച് ഗൈഡുകളായിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു PG ഉള്ളത് കൊണ്ട് ആ PG വെച്ചിട്ട് നമുക്ക് റിസർച്ചിലേക്ക് സ്വിച്ച് ചെയ്യാം. അവർ അപ്രൂവ് ചെയ്യാം. കാരണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന കാര്യമുണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ അവരെ പഠിപ്പിക്കുന്ന
പ്രൊഫസേഴ്സ് മിക്കവാറും റിസർച്ച് ഗൈഡും കൂടെ ആയിരിക്കും. അപ്പം അവരുടെ എന്താണ് പറയുന്നത് സപ്പോർട്ടോട് കൂടി അവർ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് PG നിന്ന് PhD റിസർച്ചിലേക്ക് സ്വിച്ച് ചെയ്യാം. തിരിച്ച് ഡോക്ടറായിട്ട് നമുക്ക് നാട്ടിൽ വരാം, അവിടെ തന്നെ വർക്ക് ചെയ്യാം. ഈ ഒരു സാധ്യതയുണ്ട്. അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അപ്പം അതൊരു വലിയ സാധ്യത തന്നെയാണ് PG പോകുന്ന അല്ലെങ്കിൽ PG കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ. ജീവിത ചെലവ് ഓരോ കൺട്രിക്ക് അനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. ജർമ്മനിയിൽ എങ്ങനെയാണ് ജീവിത ചെലവ്? ശരിക്കും ജീവിത ചെലവ് കൺട്രിക്ക് അനുസരിച്ച് മാത്രമല്ല, ആ രാജ്യത്ത് തന്നെ താമസിക്കുന്ന നഗരങ്ങളുടെ അടിസ്ഥാനത്തിലും വ്യത്യാസം വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഡൽഹി താമസിക്കുന്ന എക്സ്പെൻസ് അല്ല നമുക്ക് കൊച്ചിയിലോ ഹൈദരാബാദോ താമസിക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പൊ പ്രധാനപ്പെട്ട നഗരങ്ങളിലാണെങ്കിൽ, ഇപ്പൊ ബെർലിൻ, മ്യൂണിച്ച് പോലുള്ള നഗരങ്ങളിലാണെങ്കിൽ ഏതാണ്ട് ഒരു 850 യൂറോ വരെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഫുഡ്, താമസം, മറ്റു കാര്യങ്ങളിലാണെങ്കിൽ. അതേസമയം നമ്മളൊരു ഇടത്തരം നഗരങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മീഡിയം ലെവലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 650 യൂറോ കൊണ്ട് നമുക്കത് ഓക്കെ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഓർക്കണം, ഏതാണ്ട് 2000 യൂറോ വരെ അവർക്ക് ഈ പറയുന്ന പാർട്ട് ടൈം ജോബ് കൊണ്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പം മുമ്പ് ചോദിച്ച ചോദ്യത്തിൻ്റെ അകത്ത് ഒരു ചോദ്യം ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫ് നയിക്കുന്ന ഒരു കുട്ടിക്ക് അത്യാവശ്യം നാട്ടിലേക്ക് വേണമെങ്കിൽ പൈസ അയക്കുകയും ചെയ്യാം. അയക്കാമെന്നാണ് പറഞ്ഞത്. ഡിസിപ്ലിനായിട്ട് ലൈഫ് ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഏൺ ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നേ ഉള്ളൂ. ഈ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ഇംപേഴ്സണൽ ആയിട്ട് വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡിസിപ്ലിനായിട്ട് ഒരു എക്സ്ട്രാവഗൻസി ആയിട്ട് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ 2000 യൂറോ അങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്തേക്കാം. അല്ല എനിക്കൊന്ന് എന്താ പറയുന്നത്, അത്യാവശ്യം വേണേൽ വീട്ടുകാരെ സഹായിക്കുകയും ചെയ്യാം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു. ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റി ഒരു വർഷം എത്ര ഇൻടേക്സ് ആണുള്ളത്? ശരിക്കും ജർമ്മൻ യൂണിവേഴ്സിറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 2 ഇൻടേക്കാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്കുള്ളത്. അതിൽ വിൻ്റർ ഇൻടേക്കും ഉണ്ട്, സമ്മർ ഇൻടേക്കും ഉണ്ട്. വിൻ്റർ ഇൻടേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാർച്ച് ഏപ്രിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതൊരു ജൂൺ ജൂലൈയോട് കൂടി ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ വർഷം വിൻ്റർ ഇൻടേക്കിൻ്റെ ഭാഗമായിട്ട് ജർമ്മനി പഠിക്കാൻ, പബ്ലിക് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇപ്പോൾ തന്നെ അതെന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്ത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു ജൂൺ ജൂലൈ ഇപ്പൊ ഓൺഗോയിങ് ആണ്, പ്രോസസ്സ് ഓൺഗോയിങ് ആണ്. രണ്ടാമത് ശരിക്കും പറഞ്ഞാൽ സമ്മർ ഇൻടേക്ക് ആണ്. നോർമലി ഒക്ടോബർ മാസമാണ് സമ്മർ ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്ന കുട്ടികൾക്ക് വിൻ്റർ ഇൻടേക്കാണ്. കാരണം വിൻ്റർ ഇൻടേക്കിനകത്ത് കോഴ്സുകൾ കൂടുതലുണ്ട്, പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ സമ്മർ ഇൻടേക്കിലേക്ക് വരുമ്പോൾ കോഴ്സുകൾ ലിമിറ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം പ്രിഫർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ചാണെങ്കിലും ഒരു മാർച്ച് ഏപ്രിലോട് കൂടി ഏതാണ്ട് ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയമായതുകൊണ്ട് വിൻ്റർ ഇൻടേക്ക് ആയിരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾക്ക് പുറത്തേക്ക് പോകാൻ, ജർമ്മനിയിലേക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റി കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലത്. കൂടുതൽ കോഴ്സുകൾ അവൈലബിൾ ആണ് എന്നതും ഒരു വലിയ സാധ്യതയാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും സ്റ്റുഡൻസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു സാഹചര്യത്തിൽ കൺസൾട്ടൻസികൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുന്ന നല്ല ശതമാനം കുട്ടികളും ഏജൻസികളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കോഴ്സ് തിരഞ്ഞെടുക്കാൻ, ഇപ്പം നമ്മുടെ നാട്ടിലുള്ള അതേ കോഴ്സുകൾ തന്നെയാണെന്നില്ല. ഇപ്പോൾ കോഴ്സ് തിരഞ്ഞെടുക്കാൻ, അതേപോലെ തന്നെ വിസ പ്രോസസ്സിങ്, APS, അതേപോലെ തന്നെ പ്രീ ഡിപ്പാർച്ചർ ആയിട്ടുള്ള കുറച്ച് പ്രിപ്പറേറ്ററി വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തനിയെ ചെയ്യുമ്പോൾ ചെയ്യാം, പക്ഷെ തനിയെ ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ചധികം സങ്കീർണതകളുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വിസ പ്രോസസ്സിങ് ആണെങ്കിലും കോളേജുമായിട്ട് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും തുടർച്ചയായിട്ട് ഒരു ഏജൻസി ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു സ്കില്ലുണ്ട്, അവർക്ക് അതിൻ്റെതായ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ആ ഒരു സങ്കീർണമായ പ്രോസസ്സിനെ കുറച്ചൊന്ന് ലളിതമാക്കാനും കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പോകാനും ഒക്കെ ഒരു ഏജൻസിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സഹായിക്കും. പക്ഷേ ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഏജൻസിയുടെ ഒരു ലെഗസിയും അവർ മുമ്പ് പോയിരിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏജൻസി ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ സേഫായിട്ട് പോകാൻ പറ്റും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഏജൻസി ഏതാണെങ്കിലും ഏജൻസിയുടെ എന്താ പറയുക മുമ്പ് പോയ കുട്ടികൾ, അവർ പഠിക്കുന്ന കോഴ്സുകൾ, കോളേജുകൾ, നല്ല ലെഗസിയുള്ള ഏജൻസിയുടെ പ്രത്യേകത നമ്മൾ ചോദിക്കാതെ തന്നെ അവർ പറയും ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ്, ഇവിടുന്ന് പോയ ഒരു ഡേറ്റ അവർ ചിലപ്പോൾ തരും, ഇന്ന കുട്ടികളെ വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പം അതൊന്ന് നോക്കിയാൽ മതി. പക്ഷെ നമ്മുടെ ഒരു എന്താ പറയുക, ആ പ്രോസസ്സിങ് എളുപ്പമായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും പോയി ചോദിക്കാൻ ഒരാളുണ്ട്. കാരണം നമുക്ക് ഇപ്പോഴും ഡൗട്ട് ആയിരിക്കും, പ്രത്യേകിച്ച് ഇത്രയും എമൗണ്ട് ഒരു ചെയ്യുമ്പോൾ, ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒരു പുറത്ത് രാജ്യത്തേക്കാണ് പോകുന്നത്.
അപ്പൊ പേരൻസിന് ചെറിയൊരു ഒരു ടെൻഷനുണ്ട്. ഒരുപാട് ഇപ്പം കൺസേൺസ് കുട്ടി ഉണ്ടായിരിക്കും. ഇൻട്രോവേർട്ട് ആണെന്ന് വിചാരിക്കുക, കുട്ടിക്ക് ഒരു ടെൻഷനാണ്, ഞാൻ ചെയ്തത് ശരിയാണോ, ഓക്കെ ആണോ. അപ്പോൾ ഒരു ഏജൻസിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും എന്താണ് പറയുന്നത്, നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്റ്റുഡൻസ് പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് സാറിന് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ശരിക്കും നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഒരു വലിയ ആഗ്രഹമാണ് വിദേശ രാജ്യത്ത് പോയി പഠിക്കുക. അങ്ങനെ വിദേശത്തേക്ക് പോകുമ്പോൾ ഇപ്പം ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, വളരെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, കുറഞ്ഞ ചിലവിൽ മികച്ച സ്റ്റേബായിക്ക് ജോലി സാധ്യതകൾ, ഇതാണ് ഇതിലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഏരിയ ജർമ്മനിയിലേക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുമ്പോൾ. പക്ഷെ ഞാൻ 1-2 കാര്യങ്ങൾ ഇത് കേൾക്കുന്ന പേരൻസിനോട് കുട്ടികളോടും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ഒരു കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ ഏജൻസി പറയുകയാണ് ആ കോഴ്സ് എടുത്തോ, ഈ കോഴ്സ് എടുത്തോ, അവിടെ ഇതിന് സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നതനുസരിച്ച് നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കരുത്. നിങ്ങൾക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ ലോകത്ത് ജനിച്ച എല്ലാ കുട്ടികൾക്കും ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് വെച്ചിട്ട് നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വന്ന സ്കീം നമുക്ക് നല്ല ആപ്റ്റിറ്റ്യൂഡ് ഉള്ളതാണെങ്കിൽ അത് വെച്ചിട്ടുള്ള കോഴ്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് പഠിക്കാനും എളുപ്പമാകും, ജോലി സാധ്യതകളും മറ്റു കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് മാറും. അപ്പം വെറുതെ ചില കുട്ടികൾ എന്നോട് പരാതി പറയുന്നത്, ഇവിടുന്ന് തന്നെ ഏജൻസികൾ പറയും ഇന്ന കോഴ്സ് എടുത്തു, അത് പാർട്ട് ടൈം ജോബിന് എളുപ്പമാണ്. നമ്മൾ ബേസിക്കലി പോകുന്ന പാർട്ട് ടൈം ജോബിനല്ല, നമുക്ക് എഡ്യൂക്കേഷനാണ് പോകുന്നത്. അപ്പം അതനുസരിച്ച് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിന്, പാഷന്, നമുക്കൊരു സ്കില്ലൊക്കെ ഉണ്ട്, അതനുസരിച്ച് ഉള്ള കോഴ്സ് തിരഞ്ഞെടുത്ത് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ലൈഫ് സെറ്റിലാകും, സക്സസ് ആകും. അപ്പം 2 തരം ഏജൻസികളുണ്ട്. ഒന്ന് ബിസിനസ് ഓറിയൻറ്റഡ് ഏജൻസികളുമുണ്ട്, 2 എന്താണ് പറയുന്നത് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികളുമുണ്ട്. അപ്പം നിങ്ങളുടെ ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റി സർവീസ്, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ്, പാർട്ട് ടൈം ജോബല്ല ഇമ്പോർട്ടൻറ്റ്. അപ്പം അതിനുവേണ്ടി ഈ കോഴ്സ് എടുത്തോ എന്ന് പറഞ്ഞ് കോഴ്സ് എടുക്കരുത്. അപ്പം നമ്മുടെ പാഷൻ അനുസരിച്ചുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക, നമുക്ക് പറ്റുന്ന കോഴ്സ് സെലക്ട് ചെയ്യുക. നമ്മൾ ഒരു കോഴ്സ് പഠിച്ച ശേഷം ജീവിതകാലം മുഴുവൻ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ല ജീവിതകാലം മുഴുവൻ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കരിയറിലാണ് ജോലി ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സന്തോഷമില്ലാതെ 10-30 വർഷം ഒരു സീറ്റിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം 2 വർഷം കൊണ്ട് തീരുന്നില്ല, ജീവിതകാലം മുഴുവൻ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികളാണ് പിന്നെ ചെയ്യാൻ പോകുന്നത്. അതനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും മുമ്പോട്ട് പോകുമ്പോഴും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറ്റുവാണെങ്കിൽ എന്താണ് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വേണമെങ്കിൽ നടത്തിയിട്ട് തന്നെ പോകുന്നതാണ് നല്ലത്. എൻ്റെ ഒരു സജഷൻ. അത് ഭയങ്കര മീനിങ്ഫുൾ ആണ്. ഒരുപാട് സ്റ്റുഡൻസിന് അത് യൂസ്ഫുൾ ആകട്ടെ. 10,000-ലേറെ കോഴ്സുകൾ അവൈലബിൾ ആണ്, നിരവധി രാജ്യങ്ങളുണ്ട്. അതിൽ ചെറിയൊരു ഘടകം മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. വരും എപ്പിസോഡുകളിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും കൂടുതൽ കോഴ്സുകളെ പറ്റിയും നമുക്ക് സംസാരിക്കാവുന്നതാണ്. താങ്ക് യു.